ഹലോ നമസ്കാരം. ഇന്ന് നമുക്ക് എക്സ്പെൻസിനും എക്സ്പെൻഡിച്ചറും തമ്മിലുള്ള വ്യത്യാസം നോക്കാം. ഈ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് എത്ര നമ്മൾ ബികോം അല്ലെ എംകോം കഴിഞ്ഞാലും ചിലപ്പോൾ നമ്മൾ പെട്ടെന്ന് ചോദിക്കുമ്പോൾ കൺഫ്യൂഷൻ വരുന്ന ഒരു ടോപ്പിക്കാണ്. ഇത് +1 +2 കുട്ടികൾക്ക് മാത്രമല്ല, ഇപ്പോൾ ധാരാളം അക്കൗണ്ടിങ് PSC എക്സാം ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ വൺ വേർഡ് ആയിട്ട് ചോദിക്കാനും പറ്റിയൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം. എക്സ്പെൻസ് ആൻഡ് എക്സ്പെൻഡിച്ചർ. എക്സ്പെൻസസ് എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ് അതിൻ്റെ റവന്യൂ ഏൺ ചെയ്യുന്നതിന് വേണ്ടി ചിലവാക്കുന്ന എമൗണ്ട്. മനസ്സിലായോ? അതായത് ഒരു ബിസിനസ് അതിൻ്റെ പ്രോഡക്റ്റ് വിൽക്കുകയും അല്ലെങ്കിൽ സർവീസ് കൊടുക്കുകയും ചെയ്യാൻ വേണ്ടിയിട്ട് ചിലവാക്കുന്ന എമൗണ്ട്. ഇതിന് ഉദാഹരണമായിട്ട് നമുക്ക് റെൻറ്റ് പറയാം, വേജ്, സാലറി, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എന്താണ്? എക്സ്പെൻസസ് ആണ്. മനസ്സിലായോ? എക്സ്പെൻസ് എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ഇനി അടുത്ത് നമുക്ക് എക്സ്പെൻഡിച്ചറിലേക്ക് കിടക്കാം. അപ്പോൾ എക്സ്പെൻഡിച്ചർ നമ്മൾ പറയുമ്പോൾ രണ്ടും കേൾക്കുമ്പോൾ ഒരേപോലെ തോന്നാം, എന്നാൽ രണ്ടിനും ഡിഫറൻസ് ഉണ്ട്. എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബെനഫിറ്റിന് വേണ്ടി നമ്മൾ ചിലവാക്കുന്ന എമൗണ്ട്. അതിന് നമുക്ക് എക്സ്പെൻഡിച്ചറിനെ രണ്ടായിട്ട് തിരിക്കാം. റവന്യൂ എക്സ്പെൻഡിച്ചർ എന്നും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്നും തിരിക്കാം. റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഷോർട്ട് പീരീഡിലേക്ക്, അതായത് ഒരു വർഷത്തിനകത്ത് നമുക്ക് അതിൻ്റെ ബെനഫിറ്റ് കിട്ടണം. അങ്ങനെയുള്ള എക്സ്പെൻഡിച്ചറിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് വിളിക്കാം. ഇനി ഒരു വർഷത്തിന് മേലെ കഴിഞ്ഞിട്ടും നമുക്ക് ബെനഫിറ്റ് കിട്ടുന്ന തരത്തിലുള്ള എക്സ്പെൻസ് അല്ലെ എക്സ്പെൻഡിച്ചറുകളെ നമുക്ക് എന്ത് വിളിക്കാം? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് വിളിക്കാം. ഇനി എക്സ്പെൻഡിച്ചറിന് ഉദാഹരണങ്ങളാണ് നമ്മൾ ഗുഡ്സ് വാങ്ങുന്നത്, മെഷീനറി വാങ്ങുന്നത്, ഫർണിച്ചർ വാങ്ങുന്നത്. ഇതെല്ലാം എക്സ്പെൻഡിച്ചറിന് ഉദാഹരണങ്ങളാണ് അല്ലേ? അപ്പം നമുക്ക് ഷോർട്ട് ടേമിൽ ബെനഫിറ്റ് കിട്ടുന്ന എക്സ്പെൻഡിച്ചറുകളെല്ലാം റവന്യൂ എക്സ്പെൻഡിച്ചറും, നമുക്ക് ലോങ് ടേമിൽ ബെനഫിറ്റ് കിട്ടുന്ന എക്സ്പെൻഡിച്ചറുകളെല്ലാം ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും ആണ്. അപ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.